കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ തടസ്സപ്പെടുത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ മൈം വീണ്ടും വേദിയിലെത്തി. നേരത്തെ 10 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന മൈം കലോത്സവ മാനുവൽ പ്രകാരം 5 മിനിറ്റിലേക്ക് ചുരുക്കിയായിരുന്നു അവതരണം. സദസ്സിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ഉയർന്നു. ഇന്ന് രാവിലെ പുനരാരംഭിച്ച കലോത്സവ വേദിയിൽ പകൽ 12 മണിക്കാണ് മൈം വീണ്ടും അവതരിപ്പിച്ചത്. ഒരിക്കൽ താഴ്ത്തിയ കർട്ടൻ വീണ്ടും അവർക്ക് മുന്നിൽ തുറന്നപ്പോൾ സദസ്സിൽ ഹർഷാരവങ്ങൾ. നേരത്തെ 10 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന മൈം കലോത്സവ മാനുവൽ പ്രകാരം 5 മിനിറ്റിലേക്ക് ചുരുക്കിയായിരുന്നു അവതരണം. മൈം അവതരണം കഴിഞ്ഞതോടെ സദസ്സിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്നു. മൈം അവതരിപ്പിക്കാൻ വീണ്ടും അവസരം നൽകിയ അധ്യാപകർക്കും മന്ത്രിക്കും വിദ്യാർത്ഥികൾ നന്ദി പറഞ്ഞു. ഇപ്പോൾ ഇവിടെത്തവരെ കാണും മിഞ്ഞാന്നാക്കി. ഇന്നപ്പോൾ കേരളക്കാരെ എല്ലാവരും കണ്ടു. അവരെ കട്ടൻ താത്തിയുണ്ടല്ലോ എല്ലാവർക്കും അറിഞ്ഞത് നമ്മൾ ഈ മെസ്സേജ് അതിൽ നല്ലതായിരിക്കും. ഇതിനിടെ സ്കൂളിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആരോപണ വിധേയരായ 2 അധ്യാപകരെയും മാറ്റി നിർത്തിയായിരുന്നു വീണ്ടും കലോത്സവം നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് +2 വിദ്യാർത്ഥികളുടെ മൈം അധ്യാപകർ തടസ്സപ്പെടുത്തിയത് വിവാദമായത്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.